ഞാൻ നൈപുണിയിലേക്ക് വന്നത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. അവളുടെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ അവൾ ഈ കോഴ്സിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ എനിക്കിത് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് ടീച്ചേഴ്സിനെയും അതുപോലെ സ്റ്റാഫിനെയാണ് കിട്ടിയത്. അതുപോലെ തന്നെ സിലബസ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാവാനും അതുപോലെ തന്നെ വളരെയധികം ഉള്ളിലോട്ട് പോകാനും പറ്റി. എൻ്റെ പേര് നീതു. ഞാൻ ഈ കോഴ്സ് പഠിക്കാൻ ഇങ്ങോട്ട് വന്നതിന് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് കോഴ്സ് പഠിക്കാൻ വന്നത്. പിന്നെ ക്ലാസ് ഒക്കെ നല്ലതായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഭയങ്കര പാടാണ് എല്ലാം വിചാരിച്ച് അങ്ങനെ കുറച്ച് നാൾ ഞാൻ ക്ലാസ്സിലൊന്നും വരാതിരുന്നു. പിന്നെ എന്തൊക്കെയോ കാരണത്താൽ വീണ്ടും റീജോയിൻ ചെയ്തു, പഠിക്കാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് ഇതിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രം കോഴ്സ് അല്ല നമുക്ക് അവർ തന്നത്. നൈപുണ്യം നമുക്ക് തന്നത് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തന്നു, IT തന്നു, IT ഫീൽഡ് തന്നു. നമുക്ക് അവർ ആദ്യം പറഞ്ഞ സബ്ജക്റ്റിൽ കൂടാതെ കുറേ സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ പറ്റി. നല്ല ടീച്ചർമാരായിരുന്നു. ഈ പഠിപ്പിച്ചവരെല്ലാം തന്നെ നമ്മളെ നല്ല ഫ്രണ്ട്ലി ആയിട്ടും മനസ്സിലാക്കുന്ന രീതിയിലുമാണ് പഠിപ്പിച്ചത്. പിന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇൻ്റർവ്യൂ എങ്ങനെ നടത്തണം, എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. എല്ലാം നമുക്ക് നല്ലപോലെ തന്നെ ചെയ്തു തന്നു. ഏറ്റവും അവസാനം ഈ സ്റ്റേജ് വരെ അവസാനം നിമിഷത്തിലേക്ക് എത്തി. കോഴ്സിൽ കയറിയപ്പോൾ ആദ്യം എനിക്ക് പറ്റുമെന്ന് തോന്നിയില്ല. ആദ്യം എനിക്ക് ഒരുപാട് പാടായിട്ടൊക്കെ തോന്നി. പിന്നെ പഠിച്ചു വന്നപ്പോഴത്തേക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ ഇപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞ് ഇന്റേൺഷിപ്പിന് നിൽക്കുന്നു. എൻ്റെ പേര് പ്രജിത. ഞാൻ ഒരു കസിൻ വഴിയാണ് ഈ കോഴ്സ് പരിചയപ്പെട്ടത്. കുറേ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തത്. ആദ്യമൊക്കെ വളരെ പാടായിരുന്നു, പഠിക്കാനൊക്കെ പാടായിരുന്നു, പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പാടായിരുന്നു. പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടിയാലും ട്രൈ ചെയ്തു. എക്സാമൊക്കെ നന്നായിട്ട് എഴുതി. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സുഹൃത്തുക്കളെയും ടീച്ചേഴ്സിനെയൊക്കെയാണ് കിട്ടിയത്.